ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. FRR കിച്ചൻ്റെ വക എൻ്റെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ നേരിട്ടെ. ഇനി നമ്മൾ ജോലി തിരക്കിനിടയിൽ നമുക്ക് ചിലപ്പോൾ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഓണസദ്യ കഴിക്കാനായിട്ട് നമുക്ക് പറ്റൂല അല്ലേ. അപ്പം അങ്ങനെയുള്ള ജോലി തിരക്കുള്ള ആൾക്കാർക്ക് അവർക്കും വേണമല്ലോ ഓണവും ഓണസദ്യയും. നമ്മുടെ മലയാളിക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ഓണസദ്യയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കത് പോയിട്ട് വന്നാലോ. ഹായ്, അപ്പോൾ നമുക്ക് UK നമ്മളുടെ ഫ്രോസൺ ഓണസദ്യ കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോസൺ ഓണസദ്യയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് പറയാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോസൺ ഓണസദ്യ. വിശ്വാസിൻ്റെ ഓണസദ്യയാണ്. 5 പോർഷൻ ഇതിലുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ 23 കൂട്ടം, നമ്മുടെ വാഴയിലയും കൂടി കൂട്ടിയിട്ട് 23 ഐറ്റംസ് ഇതിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. 23 ഐറ്റം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ എന്തൊക്കെ ഐറ്റം ഇതിൽ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ശരിക്കും ഒരു ഫ്രോസൺ ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഫ്രോസൺ നമ്മളിവിടെ മേടിക്കണേ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 5 പേരുടെ ഫ്രോസൺ ഐറ്റം ഇതിലുള്ള അവരുടെ ഒരു ഗ്രീറ്റിംഗ്, ഒരു ബ്രോഷർ അവർ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് വിശ്വാസിൻ്റെ കേട്ടോ. നമുക്ക് വാഴയില അവർ തരുന്നുണ്ട്. 6 വാഴയില ഇതിൻ്റെ കൂടെ അവർ വെക്കുന്നുണ്ട്. പപ്പടമുണ്ട്. പപ്പടം നമ്മൾ ചുടണമല്ലോ. പിന്നെ ചിപ്സ് അതിൻ്റെ കൂടെ നമുക്ക് തരുന്നുണ്ട്. ശർക്കര പുരട്ടി അതിൻ്റെ കൂടെ അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത് കിച്ചടി, കിച്ചടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കിച്ചടി ഉണ്ട്, ഓലനുണ്ട്. പിന്നെ ഇത് ബീറ്റ്റൂട്ട് പച്ചടി നമുക്ക് അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിത്തീയൽ അതിൻ്റെ കൂടെ ഉണ്ട്. ജിലേബി ഞാനിങ്ങനെ ഓണസദ്യയുടെ കൂടെ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ജിലേബി കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിക്കറി അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ നാരങ്ങ അച്ചാർ പോലെ നമ്മുടെ കമ്പിളി നാരങ്ങയാന്ന് തോന്നുന്നു. പിന്നെ ഇൻസ്റ്റൻറ്റ് പാലയുടെ മിക്സ് അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം അത് നമ്മൾ ഉണ്ടാക്കണം. ഇൻസ്റ്റൻറ്റ് പാലയുടെ നമ്മൾ പാലൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം പിന്നീട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഉള്ളത് ക്യാബേജും ക്യാരറ്റ് തോരൻ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മെഴുക്ക് പുരട്ടി എനിക്ക് തോന്നുന്നു മറ്റേ വള്ളിപ്പയറിൻ്റെ മെഴുക്ക് പുരട്ടിയാണ് ഉള്ളത്. പിന്നെ കൂട്ടുകറി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ചെറുപയർ പരിപ്പ് പായസം കേട്ടോ. പിന്നെ മധുരക്കറി അതിൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ മാംഗോ പിക്കിളും പിന്നെ ഉപ്പും അതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇനിയും ഉണ്ട് ഐറ്റങ്ങൾ കേട്ടോ, ഐറ്റങ്ങൾ തീർന്നിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ കൂടെ അവിയൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പരിപ്പ് കറി അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്. അപ്പോൾ 5 പോർഷനാണ് ഇതെല്ലാം കേട്ടോ. 5 പോർഷനായിട്ടാണ് വരുന്നത്. പിന്നെ എരിശ്ശേരി അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഹീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് മൈക്രോവേവിലിട്ടൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റം നമുക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജിലേബിയൊക്കെ ഞങ്ങൾ തന്നെ എടുത്ത് തിന്നു ഹീറ്റ് ചെയ്തപ്പോൾ തന്നെ. ചോറ് നമ്മൾ വെച്ചതാണ് ഇവിടെ. ഈ കൂട്ടുകറി ഞാൻ ഒരു പകുതിയോളം നമ്മൾ ഒരു പാത്രത്തിലാക്കി. പിന്നെ പപ്പടം നമ്മൾ പൊള്ളിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് വിളമ്പാം. ഇത് തന്നെയാണോ ഓർഡർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മളങ്ങനെ വിളമ്പുക കേട്ടോ. പിന്നെ ചിപ്സ് അതിൻ്റെ കൂടെ തന്നെ ശർക്കര പുരട്ടി നമുക്ക് വെക്കാം. പിന്നെ നമ്മളെല്ലാം ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ. അപ്പം അതിൻ്റെ കൂടെ കടുമാങ്ങ അച്ചാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാരങ്ങ അച്ചാർ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഇത് നമ്മുടെ മധുരക്കറി എന്ന് പറഞ്ഞിട്ട് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മധുരക്കറി. ഞാനത് ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മളുടെ പച്ചടിയാണ്. പിന്നെ നമ്മൾക്ക് വരുന്നത് ഇത് ഓലൻ്റെ ഒരു കറി കേട്ടോ. പിന്നെ ഇത് ഇഞ്ചിക്കറിയാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ ഇഞ്ചിക്കറി. പിന്നെ നമുക്ക് വരുന്ന ഉള്ളിത്തീയലാണ്. അപ്പം ഇങ്ങനെയുള്ള കറികളാണ് നമുക്കുള്ളത്. പിന്നെ ഇത് പച്ചടി അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുത്തരിച്ചോറ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുത്തരിച്ചോറ് കേട്ടോ, നല്ല ആവി പറക്കുന്ന കുത്തരിച്ചോറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ വേറെ തോരനുണ്ട്, ക്യാബേജും ക്യാരറ്റ് തോരനുണ്ട്. പിന്നെ അവിയലൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ വള്ളിപ്പയർ, ഞാൻ പറഞ്ഞ പോലെ ആ പയർ നമുക്ക് മെഴുക്ക് പുരട്ടി. കൂട്ടുകറി അതിൻ്റെ കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി ചാറ് കറിയും കൂടി എടുക്കാം. ഇപ്പോൾ സാമ്പാർ അതിൻ്റെ കൂടെ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ
കുറച്ച് നമുക്ക് അതിൻ്റെ കൂടെ പരിപ്പ് കറിയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിശ്ശേരി കിട്ടുന്നുണ്ട്. അപ്പോൾ എരിശ്ശേരിയും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് അപ്പോൾ ഇത്രയുമാണ് ഐറ്റങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ജിലേബി ഉണ്ട്. ജിലേബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടാക്കിയപ്പോൾ തന്നെ ഒരു 3-4 ജിലേബി എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ നമുക്കുള്ളത് പായസമാണ്. പായസം ഞാൻ ഇച്ചിരി കഴിച്ചായിരുന്നു കേട്ടോ. സാമ്പാർ കൂട്ടി പിടിക്കാം. പൊളിയാ എല്ലാ കറിയും കൂട്ടിയായിരുന്നു നേരത്തെ കേട്ടോ. ചൂടാക്കുന്ന സമയത്തേ കൂട്ടി. എല്ലാ കറിയും അടിപൊളിയാ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നമുക്കിവിടെ കിട്ടുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ സംഭവമായിട്ട് കാണരുത്. നമ്മളിവിടെ കിട്ടുന്നു അടിപൊളി ഓണസദ്യ കേട്ടോ. അതായത് വീട്ടിലുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസയാവും. ഇതിപ്പോൾ നമുക്ക് നാട്ടിലെ 3000 രൂപയായുള്ളൂ. ഇവിടുത്തെ 29 പൗണ്ടിൻ്റെ അടുത്തായുള്ളൂ. ചോറ് മാത്രമേ നമ്മൾ വെച്ചുള്ളൂ. ബാക്കി കറികളും പായസവും, ഇനി ഒരു കൂട്ടം പായസം കൂടി ഉണ്ട്, നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി എല്ലാം ഓണസദ്യയുടെ കൂടെ വന്നു. അപ്പോൾ എന്തായാലും അടിപൊളി കഴിച്ച് തീർക്കട്ടെ. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകി എല്ലാം ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കറികളൊക്കെ എടുത്തു പറയാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറി, ഉള്ളിത്തിയൽ, അങ്ങനെയുള്ള ഇവിടെ ഇരുന്ന ചെറിയ നമ്മുടെ പച്ചടി, കിച്ചടി, അച്ചാറ് വരെ. നമ്മുടെ കടുമാങ്ങ എന്ന് പറഞ്ഞ പക്ക അച്ചാറായിരുന്നു. അതേപോലുള്ള എല്ലാ കറികളും. അതിൽ ആവറേജായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ വള്ളിപ്പയർ മെഴുക്ക് പുരട്ടിയും അതേപോലെ തന്നെ നമ്മുടെ അവിയൽ, ഇത് രണ്ടും എനിക്കൊരു ആവറേജായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഒരു ആവറേജ് ആയിരുന്നു. ക്യാബേജ് ഒരു രക്ഷയില്ല, നല്ല ഇവിടെ നമ്മളിവിടെ ചുട്ടതാണ്. പിന്നെ പായസം ഞാൻ കഴിച്ചു തുടങ്ങി, ഒരു രക്ഷയില്ല, അന്യായ പായസം. ശരിക്കും ഇത് വെർത്താണ് നമുക്ക്. കാരണം നമ്മളിത് ഉണ്ടാക്കാൻ പോയാൽ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെ പോയാലും ഒരു 6000-7000 രൂപ അടുത്ത് വരും. നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 60 പൗണ്ട് 70 പൗണ്ട് എന്തായാലും അടുത്ത് വരും. ഇത് നമുക്കൊരു 30 പൗണ്ടിന് ഒരു 5 പോർഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സദ്യ. അപ്പോൾ എന്തായാലും UK വിശേഷങ്ങൾ ഇതാണ് UK സദ്യ, ഞങ്ങളുടെ സദ്യ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നവരുണ്ട് വീട്ടിൽ. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഒരു നാട്ടിൽ സദ്യ കഴിക്കാം. അപ്പം ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.